ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മേ ബി പാർട്ട് 1 ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നാർ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രൈസ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇതാണ്. ഇവിടെയാണ് സ്പ്രൈസിൻ്റെ റിസപ്ഷൻ ഏരിയ. അവിടെയായിട്ടാണ് സ്പ്രൈസിൻ്റെ റിസപ്ഷൻ ഏരിയ. അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ കോട്ടേജസ് ആണ്. ഓരോന്നിലും സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ റൂം ഇപ്പോൾ ആക്ച്വലി ഡബിളാണ്. ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. ഞാൻ അകത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് റൂം വന്നിട്ട് ഇതാണ്. ഇതിപ്പം തുറക്കാൻ പറ്റുമോ? ഇതാണ് ഒരു മൗണ്ടൻ വ്യൂ ഉള്ളത് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഇത് ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂം. ഇതാണ് ഫസ്റ്റ് റൂം. ഇനി ഒരു സെക്കൻഡ് റൂമുണ്ട്. സെക്കൻഡ് റൂം നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഒരു വ്യൂ ഉണ്ട്. ഇവിടെ സെയിം വ്യൂ തന്നെ. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഈ റൂമിൻ്റെ ബാത്റൂം ഇതാണ്. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല പോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. അത് ശരിക്കും ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ശരിക്കും ഇത് നേരിട്ട് കാണാനായിട്ട് അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ, തുറന്ന് നമ്മൾ ഇവിടോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കാറ്റും. എനിക്ക് തോന്നുന്നു മോർണിംഗ് ആകുമ്പോഴത്തേക്ക് നല്ല മൂടൽ മഞ്ഞൊക്കെ കാണുമായിരിക്കും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവുകയാണ്. ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞാൻ. എനിക്ക് ഊണ് കഴിക്കാൻ തോന്നുന്നു. അപ്പം ഞാനും പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഊണ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനായിട്ട് പുറത്ത് പോകാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കൃഷ്ണ ഹോട്ടൽ ബേക്കറി ആൻഡ് ഫുഡ് കോർട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ വേറൊരു കട നോക്കിയിട്ടാണ് വന്നത്. ആ കട അവിടെയായിരുന്നു. അതായിരുന്നു ആ ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് ക്ലോസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ഊണ് കഴിക്കാനായിട്ട് പോയായിരുന്നു, പക്ഷെ ഊണ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര സെഡായിരുന്നു. എനിക്ക് ഊണ് കഴിക്കാൻ തോന്നുന്നു. ഞാനും പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഊണ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനായിട്ട് പുറത്ത് പോകാൻ പോവുകയാണ്. പിന്നെ ഫ്രൈഡ് റൈസിൽ അഡ്ജസ്റ്റ് ചെയ്തു.
ഞാൻ അധികം കഴിച്ചില്ല. ഞാനും കൊച്ചിയും കൂടെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഹാഫ് പോർഷനേ കഴിച്ചുള്ളൂ. ഇപ്പം ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു. അപ്പം നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. എനിക്കല്ല, ഇക്ക കയറി കിടന്ന് വാപ്പച്ചി ഫോൺ കുത്തിക്കൊണ്ടിരിക്കണം, ഉമ്മച്ചി കിടന്നു. നമ്മളൊരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പൂളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, എല്ലാ റൂംസും ബുക്കിംഗ് ആയതുകൊണ്ട് പൂളിൽ ആളുണ്ട് അവിടെ. നമ്മൾ ആരും ഇല്ലാത്ത ടൈമിൽ ഇറങ്ങാനാണ് ഇരിക്കുന്നത്. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് പോയി നോക്കിയിട്ട് പിന്നെ പോവാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കാം. അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. ഉമ്മച്ചി സറൗണ്ടിങ്സ് ഒക്കെ ആസ്വദിച്ച് വൈബടിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നിന്ന് നേരെ ഇവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കണം. ഈ ഒരു ഫ്ലവർ ഉള്ളത് അടിപൊളിയല്ലേ? ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. ഉമ്മച്ചി എന്തോ പേര് പറയാനായിട്ടായിരുന്നു ഇതിന്. അടിപൊളി. ഞാനും ബ്രദറും കൂടെ ചെന്ന് റിസപ്ഷനിൽ പറഞ്ഞായിരുന്നു പൂള് അഴുക്കായിട്ട് കിടക്കുന്ന ഒന്ന് ക്ലീൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഫിൽട്രേഷൻ ഓൺ ചെയ്തിട്ടേക്കാണ്. ഇനി ഒരു 50 മിനിറ്റ്സിൽ റെഡി ആവുമായിരിക്കും. എന്നിട്ട് നമുക്ക് പൂളിലിറങ്ങാം. ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ഇത്രയും ആഴമുള്ള പൂളിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. സോ ഐ ആം എക്സൈറ്റഡ്. ഉമ്മച്ചിയും ഇറങ്ങിയിട്ടില്ല, നമ്മൾ പിടിച്ചോണ്ട് വന്നേക്കാണ്. ഉമ്മച്ചിയും വാപ്പച്ചിയും നമ്മൾ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തിയേക്കാണ്, ഇറങ്ങിയാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ്. എന്തായാലും ഇവിടുത്തെ കസ്റ്റമർ റിലേഷൻ ഒന്നും പറയാനല്ല. നമ്മൾ എന്ത് പോയി പറഞ്ഞാലും അവർ ബെസ്റ്റ് സർവീസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഫിൽട്രേഷൻ ഓൺ ചെയ്തു. ഇവിടെ ഫിൽട്ടറിങ് പ്രോസസ്സ് നടക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു, എനിക്ക് ഇപ്പച്ചിയാണ് പറഞ്ഞു തന്നത്. കണ്ടക്ടർ നമ്പർ 1 ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തില്. കണ്ടക്ടർ നമ്പർ 2 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ഒരാൾ കാഴ്ച കാണുന്നുണ്ട്. അഭിഷ ഇറങ്ങുന്നില്ലേ? അഭിഷ ഇറങ്ങണില്ലേ? എന്തായാലും അഭിഷ ഇറങ്ങില്ലേ? നമ്മളെടുത്ത് പൊക്കി ഞാൻ കൈമെടുത്ത് വെള്ളത്തിടും. ഉമ്മച്ചി ഇതുവരെ അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ വണ്ടർലയിൽ മാത്രമേ പോയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ അടുത്ത കണ്ടക്ഷൻ 2 വയറൊക്കെ കാണിച്ചു തന്നിരിക്കുന്നു. ഓ നൈറ്റിന് ചൂടും കൂടെ ആക്കിയിട്ട് തരും വെള്ളം. അവിടെ ഒക്കെ ക്ലിയർ ആവുന്നില്ലേ? Hey guys, up, 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 up. ഓഡിഷ കാണിക്കട്ടെ. ഓക്കെ ഓക്കെ, മാപ്പ അവിടെ തകർത്തെ ഓരോ ഇതില് ചെയ്യാണ്. സ്വിമ്മിങ് അറിഞ്ഞോടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ അതില്. Come on. പരാജയപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ നമ്മൾ പൂളിലേക്ക് പോയി, അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷായിട്ട് നിൽക്കുകയാണ്. ഇനി പുറത്ത് നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ട്, അതിന് പോകണം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമ്പ് ഫയറിന് പോവാം. നമ്മൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. എനിക്ക് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ കാണുമ്പോൾ ഇതത്ര ഭംഗിയില്ല, പക്ഷെ ഞാൻ മോർണിംഗ് വന്നപ്പോഴത്തേക്ക് എടുത്ത ഒരു ഷോട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഭംഗിയില്ല. ഓക്കെ, ഇതിൽ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി വരുന്നില്ല. ഇനി പുറത്ത് നല്ല അടിപൊളി വ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്, സൂപ്പർ. ഇപ്പോഴത്തെ പുറത്തെ വ്യൂ. ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അത്ര ഒരു രസമൊന്നും തോന്നും, ഇതിൽ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കോഫി ഇട്ടായിരുന്നു. നേരത്തെ ഒരു കോഫി ഇട്ടായിരുന്നു, അത് വാങ്ങിക്ക് കൊള്ളത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ കോഫി അടിപൊളി. അപ്പം ഈ കോഫി ഇങ്ങനെ കുടിച്ച് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അടിപൊളി. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഇതെവിടെ വന്ന ദേസി അരോമാസ് അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വന്ന ഈ സ്പോട്ട് ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് അടിപൊളി കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ കാണാനും ശരിക്കും സൂപ്പർ. ദേസി അരോമാസ് ഇതാണ് റെസ്റ്റോറൻറ്റ് പേര്. എനിക്ക് ചായ ഒഴിച്ചു തരികയാണ്. ചായക്ക് 3 തരം പഞ്ചസാര. ഇതിലേത് പഞ്ചസാര നമ്മളിടും? നമുക്ക് മറ്റേ ഇങ്കി പിങ്കി പോങ്കി കളിക്കാം. അപ്പം നമ്മളെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കും.